നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ വലിയ തോതിൽ പുരോഗമിച്ചിരുന്നു. ഇറാനും ഒമാനുമായി ചർച്ച നടത്തി, ഹോർമുസ് സംബന്ധിച്ചൊരു ധാരണയിലെത്തി. അമേരിക്ക ഏതാണ്ട് അതിനോട് സമ്മതിച്ചൊരു സാഹചര്യമൊക്കെ ഒരുങ്ങി. അപ്പോഴാണ് ട്രംപിനെ നാടകക്കാരൻ എന്ന് വിളിച്ച് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഖാലിബാഫ് രംഗത്ത് വരുന്നത്. ഇറാനെതിരെ കനത്ത ബോംബാക്രമണം നടത്തും, കാത്തിരിക്കൂ, കാര്യമാക്കേണ്ട, ഡീൽ വേണം, ഇങ്ങനെ ഓരോ ഡയലോഗുകൾ ട്രംപ് മാറി മാറി പറയുകയാണ് എന്നാണ് കളിയാക്കൽ. നാടക അരങ്ങിലെ നയതന്ത്രമാണ് ട്രംപ് പയറ്റുന്നത് എന്നും ഖാലിബാഫ് പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇറാന്റെ വാക്ക് കാര്യമാക്കേണ്ടെന്നും ചർച്ച നടക്കുന്നത് തങ്ങളും ഇറാനും തമ്മിലാണ് എന്നും അതിൽ ഈ പറഞ്ഞതുപോലെ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ ഉപരോധിക്കുന്ന US സൈന്യത്തിന്റെ നടപടി തുടരുകയാണ് എന്നും ഹോർമുസ് പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാണ് എന്നുമൊക്കെയാണ് ട്രംപിന്റെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി. അത് മാത്രം അദ്ദേഹം പറയുകയാണ് വെടിനിർത്തൽ ഡീൽ ഉടൻ ഉണ്ടാകും എന്നും മറ്റും. മനു, ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ 6 മാസമായി. 6 മാസത്തിനിടയ്ക്ക് പലതവണ പലതരത്തിലുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്കും സംശയം ഉണ്ടായിട്ടുണ്ട്, ഇയാൾ എന്താണ് ഈ പറയുന്നതല്ലോ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിൽ. അതിപ്പോൾ കുറച്ചുകൂടി മുറുക്കി പറയുകയാണ് ഇറാൻ എന്ന് വേണം കരുതാൻ. അതെ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ സ്പീക്കറാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത്, മുഹമ്മദ് ബാഗേർ ഖാലിബാഫ്. അദ്ദേഹം പറയുന്നത് ട്രംപിൻ്റേത് ഒരു തിയേറ്റർ ഡിപ്ലോമസി എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്. അതിൻ്റെ ഒരു മലയാള തർജ്ജമ എന്ന് വേണമെങ്കിൽ നമുക്ക് നാടകശാലയിലെ ഒരു നയതന്ത്രം എന്ന തരത്തിൽ, നാടകശാല രീതിയിലുള്ളൊരു നയതന്ത്രം ആണ് ട്രംപ് പുലർത്തുന്നത് എന്നൊരു പരിഹാസമാണ് വരുന്നത്. അതിന് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് അതിനൊരു ആധാരമായി പറയുന്നത്. ഒരു ദിവസം ട്രംപ് പറയുന്നു, ഇന്ന് രാത്രി വളരെ നിർണായകമായിരിക്കും, അടിച്ച് നിരപ്പാക്കും, മണ്ണിലേക്ക് ഞങ്ങൾ അവരെ അയക്കും എന്നൊക്കെ പറയുമ്പോഴും അടുത്ത നിമിഷം കുറച്ച് നമുക്ക് കാത്തിരിക്കാം, അവരിപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു, പ്രശ്നപരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 48 മണിക്കൂർ കാത്തിരിക്കൂ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് പറയുന്നു. ഹോർമൂസ് തുറക്കുമെന്ന് പറയുന്നു. ഹോർമൂസിൽ അതേപോലെ അമേരിക്കൻ ഉപരോധം തുടരുമെന്ന് പറയുന്നു. ഇങ്ങനെ മാറി മാറി ട്രംപ് പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രയോഗം ആണ് വരുന്നത്. ഒരു നാടകക്കാരൻ്റെ രീതിയാണ് ട്രംപിനുള്ളത് എന്നൊരു പരിഹാസമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ സുപ്രധാനമാണ് രഞ്ജിത്ത്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധങ്ങളുടെ ഒരു കുറവുണ്ട് എന്ന് JD വാൻസ് നേരത്തെ പറയുന്നു. അതുപോലെ ഈ സംയുക്ത സൈനിക മേധാവി കെയ്ൻ നേരത്തെ ഇത് സംബന്ധിച്ച ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. അതുപോലെ CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫും ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. പക്ഷേ ട്രംപ് ഇതിന് നേരെ വിപരീതമായി അവരെ അങ്ങനെ പറയുന്നവരെ തുറങ്കിലടയ്ക്കുമെന്നൊക്കെ പറയുന്നു. ഒപ്പം ഏറ്റവും കൂടുതൽ ഈ സൈനിക ഉൽപ്പന്നങ്ങളുടെ ഉത്പാദന കേന്ദ്രങ്ങൾ തുറക്കുന്നൊരു സമയമാണ് ഇപ്പോൾ അമേരിക്കയിൽ എന്ന പ്രതികരണം നടത്തുന്നു, പിൻവാങ്ങുന്നു ചില ഘട്ടങ്ങളിൽ. അതേസമയം ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ, അങ്ങനെ മാറി മാറി ഒരു സ്ഥിരതയില്ലാത്ത പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ്. അതേസമയം അമേരിക്കയിലെ മറ്റ് മാർക്കോ റൂബിയോ, JD വാൻസ്, അതുപോലെ മറ്റ് ഉയർന്ന തസ്തികയിലിരിക്കുന്ന മറ്റെല്ലാവരും തന്നെ ഈ ട്രംപിൻ്റെ ഈ വാക്കുകൾ ചുവട് പിടിച്ചല്ല സംസാരിക്കുന്ന, വ്യത്യസ്തമായ ഒരു ശൈലിയാണ് അവരൊക്കെ പുലർത്തുന്നത്. ട്രംപ് മാത്രം മാറി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിലെ ഒരു സുപ്രധാനമായ കാര്യം. ഇതിനെ കണ്ടുകൊണ്ടാണ് ട്രംപിനെ ഒരു ഇറാൻ ഈ നിലയ്ക്ക് പരിഹസിക്കുന്നത്. പക്ഷേ പശ്ചിമേഷ്യയിലെ സാഹചര്യം എങ്ങനെ പരിണമിക്കുന്നു എന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്തൊരു സാഹചര്യം. ഏതായാലും ഹോർമൂസിൽ കാര്യങ്ങൾ കുറെ കൂടി ശാന്തമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാൻ പോർട്ടുകൾക്ക് മേലെയുള്ള ഉപരോധം അമേരിക്ക വൈകാതെ പിൻവലിച്ചേക്കും എന്നുള്ള ഒരു സൂചനകൾ വരുന്നു. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം കൂടുതൽ സുഗമമാകുന്നു. അതിന് ഒമാനുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ അവിടെ ഇനി എണ്ണ ചരക്ക് ഗതാഗതം കൂടുതൽ സുഗമമാകും എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ആകെയുള്ളൊരു ആശങ്ക ഈ ഹൂതികൾ നടത്തുന്ന ആക്രമണമാണ്. യമനിലേക്കും അതുപോലെ സൗദിയിലേക്കുമൊക്കെ നടത്തുന്ന ആക്രമണമാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വരുമെന്നൊരു വലിയ പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താൻ കഴിയും. തീർച്ചയായും അതാണ് സാഹചര്യം. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.